നിർണായകമായ അറസ്റ്റ് ഉണ്ടായ ദിവസം പ്രതികരിക്കാൻ കഴിയാത്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽപ്പെടുന്നതോ അല്ല എന്ന് തെരഞ്ഞെടുപ്പിനെ പറ്റിയും വിഷയങ്ങളെ പറ്റിയും മിനിമം ധാരണയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ ബഹുമാനപ്പെട്ട VN വാസവനെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അദ്ദേഹം കേവലം കഴിഞ്ഞ 2024 ശബരിമല മണ്ഡലകാലത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഈ വകുപ്പ് ഏറ്റെടുക്കണേ. ആ മനുഷ്യൻ എങ്ങനെയാണ് തെറ്റിയത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആരെ കുറിച്ച് എന്തും പറയാവോ? VN വാസവൻ ആ വകുപ്പിന് ചുമതലയുള്ള ആളാ. ആ വകുപ്പിന് ചുമതലയുള്ള ഒരാള് ന്യായീകരണമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെരുമാറ്റച്ചട്ടം തന്നെയാ. എനിക്ക് അങ്ങോട്ട് വളരെ ഡയറക്റ്റായി ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ്. എൻ വാസുവിനെയും എ പത്മകുമാറിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും പാർട്ടി അത് പരിഗണിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടും. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് 2 തവണ പറഞ്ഞു. ആദ്യം പറഞ്ഞ എന്താ, ഏത് ഉന്നതനായാലും പിടിക്കപ്പെടും, അകത്തു പോവും. ഇന്ന് പറഞ്ഞത് എന്താ, ഒരു കളങ്കത്തിനെയും സംരക്ഷിക്കുകയെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം ചോദിക്കുമ്പോൾ പഴഞ്ചൊല്ല് പറയുന്നത് എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ നോക്കൂ, ഇത് അറസ്റ്റിലായിരിക്കുകയാണ്, അവരിനി പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ ഈ വേവോളം അരവേവാവോളം കാത്തിരിക്കേണ്ടത് എന്തിനാ? ഇനിയൊന്ന് മൊത്തം വേവട്ടെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. പാർട്ടിക്ക് വളരെ കൃത്യമായി ഡയറക്റ്റായി ക്രിസ്റ്റൽ ക്ലിയർ ആയി ഒക്കെ പറയാൻ കഴിയുന്ന കാര്യമാണ് ഈ തരത്തിൽ നടപടി നേരിട്ട ആളുകൾ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിയമപരമായ കാര്യം ഞാൻ പറയും. കുറ്റവാളിയെന്ന് നിർണ്ണയിക്കുന്നത് കോടതി തീരുമാനിക്കുമ്പോൾ അതുവരെ കുറ്റാരോപിതനാണ്. അത് തന്നെയാണ് ഗോവിന്ദമാഷ് പറഞ്ഞത്. ആ ചോദ്യത്തിലേക്ക് മാറട്ടെ. അല്ല, പക്ഷെ അത് സൗകര്യാനുസരണം പറഞ്ഞാൽ പോരല്ലോ. അത് നിങ്ങൾ എന്തോ ഔദാര്യം പോലെ ഞങ്ങൾ നിലപാടെടുത്ത് കളയും, ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ പറയുന്ന അന്വേഷണം ഉണ്ടാകുന്ന സമയത്ത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ SIT വന്നല്ലോ, SIT ഒന്ന് അന്വേഷിക്കട്ടെ എന്നുള്ളതായിരുന്നു. SITയുടെ ആദ്യ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. ദേവസ്വം ബോർഡിന്റെ ഓരോരുത്തർ ആയി വരുമ്പോഴും അവരൊക്കെ ഉദ്യോഗസ്ഥ വീഴ്ച എന്നുള്ളതായിരുന്നു. പിന്നീട് എൻ വാസു വന്നപ്പോൾ എൻ വാസു കമ്മീഷണറായിരുന്ന കാലത്തെ എന്നുള്ളതാണ്. എ പത്മകുമാർ വരുമ്പോ അത് ഇനിയിപ്പം ഒന്ന് മുഴുവൻ വേവുന്നത് വരെ കാത്തിരിക്കാനാണ്. അതും കഴിഞ്ഞപ്പോൾ കുറ്റാരോപിതൻ മാത്രമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതിങ്ങനെ പതിറ്റാണ്ടുകൾ ഒരു നിയമ പ്രക്രിയ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര കാലം എടുക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിന് പുറത്ത് കിടന്ന് കളിക്കുന്ന കളിയല്ലേ ശ്രീ റജി ലൂക്കോസ്? മാധുവിന് ഉത്തരം വളരെ ലളിതമാണ്. എന്താണെന്നറിയോ? അതായത് ഈ പറയുന്ന ചർച്ചകളിലും ഇന്ന് ഈ മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തതും കേരളത്തിലെ പ്രതിപക്ഷം ആരോപിച്ചതും ഈ ഉദ്യോഗസ്ഥന്മാരിൽ ഈ കേസ് അവസാനിക്കും, അന്വേഷണം അവസാനിക്കും, ഉദ്യോഗസ്ഥന്മാർക്ക് അപ്പുറത്തേക്ക് ഇത് പോകത്തില്ല, സർക്കാർ അവരെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുമെന്ന് ദിവസങ്ങളോളം ഞാൻ എത്ര ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ ഈ പറഞ്ഞവർക്ക് ഇപ്പൊ ആരെല്ലാം ഇപ്പൊ ജയിലിലുള്ളത് അറസ്റ്റ് ചെയ്ത് അല്ലല്ല അങ്ങനെ തന്നെയാ പറഞ്ഞത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞത് മാധ്യമങ്ങളല്ല. ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞത് പാർട്ടിയാണ്. ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്, അന്നത്തെ പ്രസിഡന്റാണ്. ഇവരൊക്കെയാണ് ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഉദ്യോഗസ്ഥരിൽ അവസാനിക്കില്ല എന്ന് തന്നെയാണ്. അങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ നോക്കണ്ട ശ്രീ റജി ലൂക്കോസ്. അല്ല, അവസാനിക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ കേൾക്കാനായിട്ട് ഇത് അവസാനിപ്പിക്കും എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷം ആശങ്കപ്പെട്ടത്. പക്ഷെ ഇപ്പൊ എവിടെ ചെന്നു ഈ അറസ്റ്റുകൾ? ഞാൻ അത് കൂടാണ്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളോട് അനുകൂലിക്കുന്ന കാര്യം തന്നെയാ. ഈ പത്മകുമാർ എന്ന് പറഞ്ഞ വ്യക്തി കളങ്കിതനാണെന്നുള്ളവരും 99% കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ ഉൾപ്പെടെ. അയാൾ പറഞ്ഞ 2 കാര്യങ്ങൾ അയാളിലേക്ക് ഈ അന്വേഷണം നീളാൻ കാരണമായി. അയാൾ ആദ്യം വെരി ഫസ്റ്റ് ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട അനന്തകൃഷ്ണനാണോ അതോ പത്തനംതിട്ട റിപ്പോർട്ടറാണോ എന്ന് എനിക്കറിയത്തില്ല, അവരുടെ മുമ്പ് വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? ഞാൻ ഭരിക്കുന്ന കാലത്ത് അത് ചെമ്പായിരുന്നു. പിന്നീട് മാതൃഭൂമിയിൽ മാധു ചോദിക്കുമ്പോൾ ഇപ്പൊ നേരത്തെ കാണിച്ച ബൈറ്റിൽ പറയുമ്പോൾ എന്താ എന്റെ കാര്യത്തുണ്ടായിരുന്നത് സ്വർണം പൂശിയ 49 ഗ്രാം സ്വർണം പാപനവറ്റ് പൂശിയതായിരുന്നു പറഞ്ഞു. ഇത് രണ്ടും കോൺട്രഡിക്റ്റാ. ഇനി ഇയാൾ പൂട്ടപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ഈ പൂശാനായിട്ട് കൊണ്ടുപോയ മദ്രാസിലെ സ്ഥാപനത്തിന്റെ അഭിഭാഷകൻ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലിൽ ഇരുന്ന് ഞാനും പങ്കെടുത്ത ചർച്ചകളാ പറഞ്ഞെന്താ അറിയോ? ഞങ്ങൾ പഴയ ചെമ്പിൽ ഒരിക്കൽ പൂശിയ ചെമ്പ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, വീണ്ടും ഞങ്ങൾക്ക് പുതിയ ചെമ്പിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ അടുത്ത് പൂശാൻ കൊണ്ടുവന്നത് പുതിയ ചെമ്പാണെന്ന് പറഞ്ഞപ്പോഴേ പത്മകുമാർ അവിടെ പൊളിഞ്ഞു. കാരണം അവരുടെ അഭിഭാഷകൻ പലതവണ പറഞ്ഞു മാധ്യമങ്ങളിൽ, അല്ലെങ്കിൽ ഇവരാരും നിശ്ചയിക്കട്ടെ. അതോടുകൂടി പത്മകുമാറിന്റെ സംശയം
ഞങ്ങളുടെ പാർട്ടിക്കും സർക്കാരിനും ഒക്കെ ഉണ്ട്, ആരും തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ രക്ഷിക്കുക എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പത്മകുമാർ എന്ന് പറഞ്ഞ വ്യക്തി 2019 അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. 2019 പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, തന്ത്രി ഒപ്പിട്ട ഉദ്യോഗസ്ഥന്മാർ ഒപ്പിട്ടു കടലാസ് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു, ഞാൻ അതിൽ ഒപ്പിട്ടു. അങ്ങനെയാണ് ഒറ്റ ചോദ്യം. ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങ് പറയുന്നു കേരളത്തിലെ 99% ആളുകൾക്കും പത്മകുമാറിനെ പറ്റി നല്ല അഭിപ്രായമില്ല എന്ന്. ഈ 99% പെടുന്നവരല്ലേ ഇവിടുത്തെ പാർട്ടിയും ഇവിടുത്തെ നേതാക്കളും ഒക്കെ? നിങ്ങളല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ബഹുജന സംഘടന? നിങ്ങൾക്ക് ഈ 99% പെടില്ലേ? ഈ ബാക്കി വരുന്ന ഈ നമ്മൾ ഈ ഡിറ്റർജന്റ് പരിസ്ഥിതിയിലൊക്കെ കടന്ന പോലെ 99.99 കഴിഞ്ഞിട്ടുള്ള ബാക്കി ശതമാനത്തിലേ പെടുകയുള്ളൂ. പാർട്ടിക്ക് അറിയാമായിരുന്നോ പത്മകുമാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പ്രശ്നക്കാരനാണ് എന്ന്? ഞാനത് 100% ആക്കുന്നു. അപ്പൊ ആ വിമർശനത്തിന് അതിർന്നില്ലോ. കാരണം ഞാൻ ഈ ശബരിമല പോയിട്ടുള്ള ആളാ, ഞാനിത് കണ്ടിട്ടുണ്ട് 2000-ൽ. എന്റെ കൺമുമ്പിൽ ഇപ്പോഴും സാധനമുണ്ട്. അതുകൊണ്ട് വളരെ പ്രശസ്തരായിരുന്ന 4-5 പേരോടൊപ്പം ഞാൻ യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് ഈ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഈ പത്മകുമാറിനെ ഞാൻ തള്ളി പറയാനൊരു കാരണം അതുകൊണ്ട് തുറന്നൊക്കെ പറയാം. വായിച്ച് കോടാനുകോടി മനുഷ്യർ വിശ്വസിക്കുന്ന ലോകം മുഴുവൻ പ്രശസ്തരായിട്ടുള്ള കേരളത്തിന് അഭിമാനമായ ശബരിമല ക്ഷേത്രത്തിന്റെ വ്യാജപാലകന്മാരെ ക്ലാഡ് ചെയ്ത സ്വർണം പൊളിച്ചു. ആ ക്ലാഡ് ചെയ്ത സ്വർണം മാത്രമല്ല, അതിന്റെ മെയിൻ ഡോർ വരെ പൊളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ, മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഈ തീവട്ടിക്കൊണ്ട കള്ളൻ പോറ്റിക്ക് സാധിക്കുമോ? അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് നോക്കൂ, ഇപ്പോ ദേവസ്വം ബോർഡ് മന്ത്രിമാർ കാലാകാലങ്ങളിലുള്ളവർ അവിടെ പോയി നിൽക്കുന്നുണ്ട്. വിശ്വാസപരമായ ഉത്തരവാദിത്തം ഇല്ല എന്ന് വിചാരിക്കും, പക്ഷെ ഭരണപരമായ ഉത്തരവാദിത്തമുണ്ട്. ഇനി അവിടെ ചെന്ന് നിന്നാൽ കാണാൻ കഴിയുമല്ലോ. ഇത് സ്വർണ്ണമല്ല എന്ന് പത്മകുമാർ പറഞ്ഞാൽ ഇതിന്റെ ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന ആളുകൾക്കടക്കം അവിടെ എന്താണ് ഉള്ളത് എന്നറിയാതെ ഇരിക്കുമോ? ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതിരിക്കുമോ അത് തങ്കം പൊതിഞ്ഞതാണ് എന്ന്? ശ്രീ വി എൻ വാസവൻ അറിയാതിരിക്കുമോ? ഈ പറഞ്ഞ ഏറ്റവും അവസാനം 2025 അത് അവിടെ നിന്ന് കൊണ്ടുപോയപ്പോഴും സ്വർണ്ണപ്പാളികൾ ഇല്ലാത്ത ദ്വാരപാലകന്മാരെ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് അവിടെ എന്തോ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ പോയി ആരും ഇത് കണ്ടില്ല എന്നുള്ളതാണ്. പത്മകുമാർ ചെമ്പാണെന്ന് പറഞ്ഞപ്പോ ഈ നിമിഷം വരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? അല്ല സാറേ, ഞാൻ ഒരാളല്ലേ ഇടതുപക്ഷത്തെ പ്രതി. ഞാനത് പറയട്ടെ, മറുപടി പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടിയില്ലേ? ഞാൻ അയാളെ അനുകൂലിച്ചോ ഈ ദേവസ്വം ബോർഡ് അനുകൂലിച്ച വാക്ക് പറഞ്ഞത് ഞാൻ പറയത്തുമില്ല. നിങ്ങൾ എല്ലാവരും ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ ബഹുമാനപ്പെട്ട വി എൻ വാസവനെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അദ്ദേഹം കേവലം കഴിഞ്ഞ 2024 ശബരിമല മണ്ഡലകാലത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഈ വകുപ്പ് ഏറ്റെടുക്കണേ. ആ മനുഷ്യൻ എങ്ങനെയാണ് തെറ്റിയത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആരെ കുറിച്ച് എന്തും പറയാവോ? ശബരിമലയിലുള്ളത് ചെമ്പല്ല എന്ന് അറിയാൻ പാടില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. സ്വാഭാവികമായും ദേവസ്വത്തിന് കീഴിലുള്ള ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു അറിവ് മിനിമം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത്രയും വിവാദമാകുമ്പോൾ അവിടെ ചെമ്പാണ് എന്ന് പറയുമ്പോൾ അത് താഴെയുള്ള ഉദ്യോഗസ്ഥരോട് ചോദിച്ച തിരിച്ചറിവുണ്ടാക്കാവുന്നതാണ്. പോട്ടെ, ഇന്നിപ്പോ മന്ത്രി ഇപ്പൊ അങ്ങ് വി എൻ വാസവനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. മന്ത്രി വി എൻ വാസവനോട് ഇന്ന് പ്രതികരണം ചോദിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് പ്രതികരിക്കാൻ കഴിയില്ല അത്രേ. വി ശിവൻകുട്ടിക്കില്ലാത്ത എന്ത് പെരുമാറ്റച്ചട്ടമാണ് വി എൻ വാസവന് മാത്രമായിട്ടുള്ളത്? അല്ല, അതിന് വ്യത്യാസമുണ്ട്. ഞാൻ ആ ആരോപണം എന്നോട് ഉച്ചയ്ക്ക് മാതൃഭൂമി ടെലി വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മാതൃഭൂമി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ അറിയോ, വി എൻ വാസവൻ ആ വകുപ്പിന് ചുമതലയുള്ള ആളാ. ആ വകുപ്പിന് ചുമതലയുള്ള ഒരാള് ന്യായീകരണമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെരുമാറ്റച്ചട്ടം തന്നെയാ. ഞാനൊന്നും പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് എങ്ങനെയാണ് ഞാൻ എന്താ പറയുന്നത് മനസ്സിലാക്കുന്നത്? വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്താണ് വി ശിവൻകുട്ടി പറഞ്ഞേ? ഉപ്പ് നിന്നും വെള്ളം കുടിക്കട്ടെ. ഈ ഉപ്പ് നിന്നും വെള്ളം കുടിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ വി എൻ വാസവൻ? വി എൻ വാസവൻ ഉത്തരവാദിത്തോടെ മറുപടി പറയണ്ടേ? അപ്പൊ അത് രാഷ്ട്രീയപരമായ ന്യായീകരണമായില്ലേ? ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കിയല്ലേ? അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുക. എനിക്കറിയാം, മാധുവിനൊക്കെ അറിയാം. ചുമ്മാ ചോദിക്കുവാണത്. ഞാൻ പക്ഷേ ചുമ്മാ അങ്ങ് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നാണ് പത്മകുമാർ ചോദിച്ചത്. ഞാൻ ഒറ്റ ചോദ്യത്തോട് ചോദിക്കട്ടെ, അതിന് ശേഷം അദ്ദേഹത്തിന് ചോദിക്കൂ. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. വി എൻ വാസവൻ എന്ന് പറഞ്ഞ മന്ത്രിയും ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനും അതിന്റെ ഫ്രണ്ട് പോയി നിൽക്കുമ്പോൾ അത് സ്വർണ്ണമാണോ ആണോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആരോപണം പുറത്തു വരണ്ടേ? ഈ ആരോപണം വന്നിട്ട് ഇപ്പൊ 40 ദിവസമല്ലേ ആയുള്ളൂ. അതിന് അവരെങ്ങനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? ഇവന്മാർ അടിച്ചോണ്ട് പോയത് അവരുടെ തലയിൽ വെക്കുന്നത്? അതാ പറഞ്ഞത്, നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. അത് തെറ്റാണത്. ഇപ്പൊ ഇവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട റിപ്പോർട്ടറാ അനന്തകൃഷ്ണൻ. ഇപ്പൊ എന്താ പറഞ്ഞേ? അദ്ദേഹത്തിന്റെ സോഴ്സിലൂടെ അറിഞ്ഞതനുസരിച്ച്
ഈ പിന്നെ എന്താ വി എൻ വാസവൻ ഇന്ന് ഇത്രയും നിർണായകമായ ഒരു അറസ്റ്റ് ഉണ്ടായ ദിവസം പ്രതികരിക്കാൻ കഴിയാത്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽപ്പെടുന്നതോ അല്ല എന്ന് തെരഞ്ഞെടുപ്പിനെ പറ്റിയും വിഷയങ്ങളെ പറ്റിയും മിനിമം ധാരണയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വി ശിവൻകുട്ടിക്ക് ഇല്ലാത്ത പെരുമാറ്റച്ചട്ടമൊന്നും അദ്ദേഹം ആ വകുപ്പ് ഭരിക്കുന്നതുകൊണ്ടില്ല. ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നും പറയാൻ പാടില്ല. ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വാക്ക് പറയാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. പദ്ധതികൾ പ്രഖ്യാപിക്കരുത്, സ്വാധീനിക്കരുത് എന്നൊക്കെയുള്ളൂ. അങ്ങനെയുണ്ട്. ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നില്ല. ശ്രീ റെജി ലൂക്കോസ് അങ്ങെടുത്ത ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് അതേ അവിടെ ആ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാൻ അതേ ഇലക്ഷൻ കമ്മീഷനോട് അനുവാദം ചോദിച്ചു. നിങ്ങൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ല അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാവിരുദ്ധമാണ്. ശ്രീ രാഹുൽ ഈശ്വരൻ പറയുന്നത് ഞാൻ അതൊന്ന് ശ്രദ്ധിക്കാൻ പോയതാണ്. വി എൻ വാസവന ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് മുൻ പ്രസിഡന്റിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ കഴിയാത്ത പെരുമാറ്റച്ചട്ടം കേരളത്തിൽ നിലവിലില്ല. ശ്രീ റെജി ലൂക്കോസ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് ദയവ് ചെയ്ത്.